നമസ്കാരം. റേഡിയോ നെയ്തലിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയപൂർവമായ ക്രിസ്മസ് ആശംസകൾ നേരുന്നതിന് വേണ്ടിയാണ് ഞാൻ സമയമുണ്ടായിരിക്കുന്നത്. ക്രിസ്മസ് എന്നതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം കടന്നു വരുന്നത് യഥാർത്ഥത്തിൽ രമ്യതയുടെ സന്ദേശമാണ്. സ്നേഹം രമ്യതയിലാണ് യഥാർത്ഥത്തിൽ പ്രകടമാക്കപ്പെടേണ്ടത്. അത് ദൈവത്തോടുള്ള രമ്യത, മനുഷ്യർക്കിടയിൽ പരസ്പരമുള്ള രമ്യത, പിന്നെ പ്രപഞ്ചത്തോടുള്ള രമ്യത. ഇത് മൂന്നും യഥാർത്ഥത്തിൽ സാധ്യമാക്കാൻ വേണ്ടി തന്നെയാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എന്നതാണ് എൻ്റെ ബോധ്യം. അതാണ് വിശ്വാസത്യവും. ദൈവത്തോടുള്ള രമ്യത, അത് നമ്മൾ പരസ്പരമുള്ള രമ്യതയിലൂടെയും പ്രപഞ്ചത്തോടുള്ള രമ്യതയിലൂടെയും ഉറപ്പുവരുത്തേണ്ടതാണ്. പരസ്പരം മനുഷ്യർക്കിടയിൽ കലഹങ്ങളും കുടുംബങ്ങളിലും സമൂഹത്തിലും വിവിധ ഇടങ്ങളിലുമൊക്കെ, മനുഷ്യൻ വ്യാപരിക്കുന്ന ഇടങ്ങളിലുമൊക്കെ ഇപ്പോൾ സ്വാർത്ഥതയിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ട് അവനവൻ്റെ ലോകം സൃഷ്ടിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ്. ഒരിക്കൽ സുകുമാർ അഴീക്കോട് അവർ പറഞ്ഞത് ഓർക്കുന്നു, ധ്രുവങ്ങൾ തമ്മിൽ അടുത്തു കഴിഞ്ഞു, എന്നാൽ മനുഷ്യന്റെ ഹൃദയങ്ങൾ ധ്രുവങ്ങളോളം അകന്നു കഴിഞ്ഞു. ഞാൻ പറയും, ഇന്ന് ഗ്രഹങ്ങളോളം മനസ്സുകൾ അകന്നു കഴിഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യം ഇന്ന് വന്നു തുടങ്ങി. അത് വേരുറച്ചുകൊണ്ടിരിക്കുന്നു. ഗൃഹങ്ങൾ തമ്മിൽ, ഭവനങ്ങൾ തമ്മിൽ ഗ്രഹങ്ങളോളം അകന്നു കഴിഞ്ഞു. മനുഷ്യർ തമ്മിൽ ഗ്രഹങ്ങളോളം അകന്നു കഴിഞ്ഞു എന്നത് ഇപ്പോൾ സാർത്ഥകമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ സന്ദേശത്തിന് പ്രസക്തിക്കുന്നത്. ശത്രുവിന് വേണ്ടി പോലും ജീവൻ കൊടുക്കുകയും അവസാന ശ്വാസത്തിലും ശത്രുവിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും ചെയ്തുകൊണ്ട് കുരിശിൽ കിടന്ന ലോകത്തെ രമ്യപ്പെടുത്താൻ തന്നെ സമർപ്പിക്കുമ്പോൾ ആ സന്ദേശമല്ല നമുക്ക് ഏറ്റവും പ്രീതികരമാണ്. ദൈവത്തോടുള്ള രമ്യത, പരസ്പരമുള്ള രമ്യതയും പ്രപഞ്ചത്തോടുള്ള രമ്യതയുമാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യന് ഈ പ്രപഞ്ചത്തെ ഭരിക്കാൻ, ശരിയായ രീതിയിൽ ഭരണം നടത്താൻ, അതിൻ്റെ നല്ല നിലനിൽപ്പ്, അതിൻ്റെ പരിപോഷണം, സംരക്ഷണം, ഇതൊക്കെയാണ് ഭരണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചത്തെ ഭരിക്കുന്നതിന് വേണ്ടി മനുഷ്യനെ ചുമതലപ്പെടുത്തിയതാണ് ബൈബിളിലെ ആദ്യ അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിച്ചു, അവനെ പ്രപഞ്ചത്തെ ഭരമേൽപ്പിച്ചു. ആ ഉത്തരവാദിത്തം വിശ്വസ്തയോടെ നിർവഹിക്കാനുള്ള പരിശ്രമത്തിലായ മനുഷ്യൻ. പക്ഷേ അത് ഏറ്റവും അർത്ഥപൂർണമായി നിർവഹിക്കാൻ നമുക്ക് രമ്യത പരസ്പരം സാധ്യമാകണം. മാത്രമല്ല, പ്രപഞ്ചത്തോടുള്ള രമ്യത ഉറപ്പുവരുന്നത്. പ്രത്യേകിച്ച് ആലപ്പുഴ രൂപതയിൽ ഈ വർഷം മുതൽ ക്രിസ്മസ് ആചരണവും മറ്റ് ആചരണങ്ങളുമൊക്കെ അത് പ്രപഞ്ചത്തോടുള്ള രമ്യത ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കാനായിട്ട് ഒരു പരിശ്രമം നടത്തുകയാണ്. 2027 ആലപ്പുഴ രൂപത 75 വയസ്സ് തികയ്ക്കുകയാണ്. അതിൻ്റെ ഭാഗമായി, അതിൻ്റെ മുന്നൊരുക്കമായി, ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി 2026 ആലപ്പുഴ രൂപത എടുത്തിരിക്കുന്ന മുഖവാക്യം എന്ന് പറയുന്നത് അത് കെയർ ഫോർ ദ സോൾ ആൻഡ് കെയർ ഫോർ ക്രിയേഷൻ എന്നാണ്. കെയർ ഫോർ ദ സോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പരസ്പരമുള്ള രമ്യതയും സ്നേഹവും കരുതലും കരുണയും ഒക്കെയാണ്. ഒപ്പം പ്രപഞ്ചത്തോടുള്ള രമ്യത, അത് മനുഷ്യരുടെ ഇവിടെ ആലപ്പുഴ രൂപതയെ ഒന്ന് കാർബൺ ന്യൂട്രൽ ആക്കാനുള്ള പരിശ്രമത്തിന്. അതുകൊണ്ട് തന്നെ ഡിസംബർ ആരംഭത്തിൽ തന്നെ, ഡിസംബർ 3-ാം തീയതി ഔദ്യോഗികമായി ആലപ്പുഴ രൂപതയ്ക്ക് വേണ്ടി ഒരു ഗ്രീൻ മിഷൻ കൗൺസിൽ സ്ഥാപിക്കപ്പെടുകയായിരുന്നു. അതിൻ്റെ പ്രവർത്തനം തുടരുകയാണ്. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ആഘോഷത്തിന് മുന്നോടിയായി ആഗമന കാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ച അഭിനന്ദൻ ജെയിംസ് പിതാവ് നൽകിയ സന്ദേശവും പ്രധാനപ്പെട്ടതായിരുന്നു. കെയർ ഫോർ സോൾ ആൻഡ് കെയർ ഫോർ ക്രിയേഷൻ. അതിൻ്റെ ഭാഗമായി ക്രിസ്മസും എല്ലാ ആഘോഷങ്ങളും പരിസ്ഥിതി സൗഹൃദം ആയിരിക്കണമെന്ന നിർബന്ധപൂർവ്വം പിതാവ് ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ ഈ ഗ്രീൻ മിഷൻ കൗൺസിലിൻ്റെ രൂപീകരണവും ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഉടനെ തന്നെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടാകും. പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഏറ്റവും ഫലപ്രദമായി, വിജയപ്രദമായി നടക്കാൻ ആത്മാർത്ഥമായി ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
ആലപ്പുഴ രൂപത തന്നെ കാർബൺ ന്യൂട്രൽ ആക്കാനുള്ള പരിശ്രമത്തിൽ അത് വിജയിക്കുന്നതിന് വലിയ പ്രത്യാശയുണ്ട്. അത് വിജയിപ്പിക്കാൻ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ഏവർക്കും പരസ്പരമുള്ള രമ്യതയും ദൈവത്തോടുള്ള പരസ്പരമുള്ള രമ്യതയും പ്രകൃതിയോടുള്ള രമ്യതയും ഉറപ്പുവരുത്തിക്കൊണ്ട് ദൈവത്തോട് രമ്യപ്പെടാൻ ഈ ക്രിസ്മസ് നമ്മളെ സഹായിക്കട്ടെ നമ്മെ ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു പുതുവത്സരവും ലഭ്യമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നമസ്കാരം.